Assalamualaikum. Welcome to Bayaras kitchen. ഇന്ന് നമുക്കൊരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ആദ്യം ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 3 ബ്രെഡും ഇതുപോലെ പീസാക്കിയിട്ടിട്ട് ഇതുപോലെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇതുപോലെ ഒരു ബൗളിൽ മാറ്റിയിട്ട് അതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സാക്കി എടുക്കുക. അല്ല ഇതില്ല എന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്തുപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ മിക്സാക്കി എടുക്കുക. പക്ഷേ ഈ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ബ്രെഡ് പൊടിച്ചതുകൊണ്ടല്ല, അത് രണ്ടും നല്ലോണം മിക്സാണ് തരത്തിൽ വേണം മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് 3 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 3 എഗ്ഗ് ഞാനിപ്പോൾ ബീറ്ററായിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലും ചെയ്തെടുക്കാം കേട്ടോ. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 എഗ്ഗ് ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് പതയണ വരെ ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാലും ഒരു 1/2 സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഓയിൽ ഒഴിച്ചിട്ട് അധികം അടിക്കാൻ പാടില്ല. ഒന്നൊന്ന് മിക്സ് ആവണ തരത്തിൽ അടിച്ചിട്ട് ഓഫ് ചെയ്യുക. നിങ്ങളിത് മിക്സ്ഡ് ജാറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നേരത്തെ മാറ്റി വെച്ച ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് കുറേശ്ശായിട്ട് അധികം സ്പീഡില്ലാണ്ട് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി എടുക്കുക. ഈ ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്കിത് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ആ കട്ടി ഒന്ന് കുറക്കാനായിട്ട് നിങ്ങൾക്ക് അതിന് ആവശ്യമുള്ള പാലൊഴിച്ചാൽ മതി. ഇപ്പോൾ ഇതാ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ബ്രഷ് ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ അടുത്തുള്ള ഒരു പഴയ പാത്രമാട്ടോ. ഇതുപോലെ ബേക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. ഇനി അതിലേക്ക് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ പാത്രം ഒന്ന് ചൂടാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 15 to 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഇത് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇത് നല്ലോണം ബേക്ക് ആയിട്ടുണ്ട്. ബേക്ക് ആയിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പതുക്കെ ഒരു കത്തിയിട്ട് ഇതൊന്ന് കുത്തി നോക്കുക. അപ്പോൾ കത്തി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടാവും. അപ്പം നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.